നമസ്കാരം. ഡി ഫോക്കസ് തുടങ്ങുന്നു. വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കിൽ സ്വീകരിച്ചു വരുന്ന ഫ്ലെക്സി ഫെയർ സംവിധാനം റെയിൽവേയിലും നടപ്പാക്കുന്നു. നാളെ മുതൽ 3 ദീർഘദൂര ട്രെയിനുകളിൽ ഫ്ലെക്സി ഫെയർ സംവിധാനം നടപ്പാക്കും. ഈ വിഷയമാണ് ഇന്ന് ഡി ഫോക്കസ് വിശദമായി പരിശോധിക്കുന്നത്. റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹി സൺഷൈൻ, എം കെ രാഘവൻ MP, BJP നേതാവ് B രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ചർച്ചയിലേക്ക് പോകും മുന്നേ തിരുവനന്തപുരം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആദ്യപടിയായി രാജധാനി, ശതാബ്ദി, തുരന്തോ ട്രെയിനുകളിൽ നടപ്പാക്കുന്ന പദ്ധതി നാളെ മുതൽ നടപ്പിൽ വരും. ഇതോടെ ഈ ട്രെയിനുകളിൽ ആകെയുള്ള സീറ്റിന്റെ ആദ്യത്തെ 10% മാത്രമേ ഇപ്പോഴത്തെ നിരക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കൂ. ശേഷമുള്ള ഓരോ 10% സീറ്റിലും അടിസ്ഥാന നിരക്കിന്റെ 10% വീതം വർധനയുണ്ടാകും. ഫലത്തിൽ ട്രെയിനിലെ പകുതി യാത്രക്കാരും സാധാരണ ചാർജിനേക്കാൾ 50% ഉയർന്ന നിരക്ക് നൽകേണ്ടി വരും. ഒരു അഫോർഡബിൾ റേറ്റ് ആയിരുന്ന ഒരു റെയിൽവേ സംവിധാനം സാധാരണക്കാരനെ അപ്രാപ്യമാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു നടപടിയായിപ്പോയി എന്നുള്ളതാണ്. രാജധാനിയിലും തുരന്തോയിലും സെക്കൻഡ് സ്ലീപ്പർ, തേർഡ് AC, 2 AC ടിക്കറ്റുകളിലും ശതാബ്ദി ട്രെയിനുകളിലെ ചെയർകാർ സീറ്റിനുമാണ് ഈ രീതിയിലെ നിരക്ക് വർധന. റിസർവേഷൻ ചാർജ്, സൂപ്പർ ഫാസ്റ്റ് ചാർജ്, കാറ്ററിംഗ് ചാർജ്, സേവന നികുതി എന്നിവ പ്രത്യേകമായി തന്നെ ഈടാക്കും. തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവരിൽ നിന്ന് അടിസ്ഥാന നിരക്കിന്റെ 50% ഈടാക്കും. പ്രീമിയം തത്കാൽ ക്വാട്ട ഈ ട്രെയിനുകളിൽ ഉണ്ടാവില്ല. റെയിൽവേയുടെ നടപടി സാധാരണക്കാരെ കൊള്ളയടിക്കുന്നതാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോയും ആവശ്യപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം. അതിഥികളിലേക്ക് പോകും മുന്നേ എന്താണ് ഈ ഫ്ലെക്സി ഫെയർ സംവിധാനം, അതെങ്ങനെയാണ് യാത്രക്കാരെ ബാധിക്കുക, ഏതൊക്കെ ട്രെയിനുകളിലാണ് ഇവ നടപ്പാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. തിരക്ക് കൂടുമ്പോൾ ടിക്കറ്റ് നിരക്ക് കൂട്ടുന്ന സംവിധാനമാണ് ഫ്ലെക്സി ഫെയർ സംവിധാനം. രാജധാനി, തുരന്തോ, ജനശതാബ്ദി ട്രെയിനുകളിലാണ് നാളെ മുതൽ ഇത് നടപ്പാക്കുന്നത്. പരിഷ്കാരം നാളെ മുതൽ തന്നെ നിലവിൽ വരും. യാത്രാക്കൂലിയിൽ 150% വരെ വർധനമുണ്ടാവും. സാധാരണ നിരക്കിൻ്റെ 150% വരെ അധികം ചിലപ്പോൾ യാത്രക്കാർ ഇതിന് കൊടുക്കേണ്ടി വരും. സാധാരണ നിരക്കിൽ 10% ടിക്കറ്റുകൾ മാത്രമാണ് ഒരു ട്രെയിനിൽ യാത്രക്കാർക്ക് സാധാരണ നിരക്കിൽ ലഭിക്കുക. ഭാവിയിൽ മറ്റു ട്രെയിനുകളിലേക്കും ഇത് വ്യാപിപ്പിക്കും. നാളെ 3 ട്രെയിനുകളിൽ മാത്രമാണ് ഇത് തുടങ്ങുന്നതെങ്കിലും ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണ്. കൂടുതൽ ട്രെയിനുകളിലേക്ക് റെയിൽവേ പൂർണ്ണമായും ഈ ഫ്ലെക്സി ഫെയർ സംവിധാനത്തിലേക്ക് മാറുമെന്നാണ് അറിയുന്നത്. ഈ സാമ്പത്തിക വർഷം ഇതുമൂലം 500 കോടി രൂപയുടെ ലാഭം റെയിൽവേക്ക് ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. രാജധാനി ട്രെയിനിലെ സ്ലീപ്പർ, സെക്കൻഡ് സിറ്റിംഗ്, തേർഡ് AC, സെക്കൻഡ് AC തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലും പുതിയ നിരക്ക്, പുതിയ സംവിധാനം ബാധകമാണ്. തുരന്തോയിലും അങ്ങനെ തന്നെയാണ്. സ്ലീപ്പറിലും തേർഡ് ACയിലും സെക്കൻഡ് ACയിലും ഫസ്റ്റ് ക്ലാസ് ACയെ മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ജനശതാബ്ദിയിൽ ചെയർകാറിൽ പുതിയ സംവിധാനം അനുസരിച്ചാണ് ടിക്കറ്റ് ഇനി മുതൽ നൽകി തുടങ്ങുക. ഫ്ലെക്സി ഫെയർ സംവിധാനം ആദ്യ 10%, ഉദാഹരണത്തിന് 100 സീറ്റുകളുള്ള ഒരു ട്രെയിനിൽ 100 രൂപയാണ് ടിക്കറ്റ് നിരക്കെങ്കിൽ ആദ്യത്തെ 10 ടിക്കറ്റിന് മാത്രമാണ് ആ 100 രൂപയ്ക്ക് ടിക്കറ്റ് ലഭിക്കുക. 11 മുതൽ 20 വരെയുള്ള സീറ്റുകളിൽ അല്ലെങ്കിൽ 10% ശേഷം വരുന്ന 11 മുതൽ 20 വരെ വരുന്ന സീറ്റുകൾക്ക് 110 രൂപ നൽകണം. 21 മുതൽ 30 വരെ 120 രൂപയാകും. 31 മുതൽ 40 വരെ 130 രൂപ നൽകേണ്ടി വരും. 41 മുതൽ 50 വരെ 140 രൂപയായിരിക്കും ആ ടിക്കറ്റിന് നൽകേണ്ടി വരിക. 51 മുതൽ 60 വരെ 150 രൂപയും 61 മുതൽ 70 വരെ 160 രൂപയും 71 മുതൽ 80 വരെ 180 രൂപയും 81 മുതൽ 90 വരെ 180 രൂപയും 91 മുതൽ 100 വരെ 190 രൂപയും നൽകേണ്ടി വരും. ചുരുക്കത്തിൽ 50%-ലധികം യാത്രികർ സാധാരണ ടിക്കറ്റ് നിരക്കിൻ്റെ 100%-ഓളം അധികം നൽകേണ്ടി വരും. പരമാവധി 150%-ആണ് ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയുക. ഇതാണ് ഫ്ലെക്സി ഫെയർ ടിക്കറ്റ് നിരക്ക്. ആദ്യം സൺഷൈനിലേക്ക്, പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയാണ്. ശ്രീ സൺഷൈൻ, എങ്ങനെയാണ് യാത്രക്കാരെ ഇത് ബാധിക്കാൻ പോകുന്നത്? സാധാരണ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിഗുരുതരമായിട്ടുള്ളൊരു ഭവിഷ്യത്തിലേക്കാണ് റെയിൽവേയിൽ യാത്ര ചെയ്യാനെന്ന് ആഗ്രഹിക്കുന്നവർ നാളെ മുതൽ ഈ ചാർജ് വർധന യാത്രക്കാർക്ക് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ളതിൽ സാധാരണ നിരക്കും 11 മുതൽ 20 വരെ നിങ്ങൾ പറഞ്ഞതിൽ 110. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ദീർഘദൂര യാത്രയായാലും ഹ്രസ്വദൂര യാത്രയായാലും
യഥാസമയം നല്ല രീതിയിൽ കൃത്യസമയത്ത് ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്ര തൂങ്ങിപ്പിടിച്ചായാലും 70 സീറ്റുള്ളതിൽ 150 ആളെ കുത്തി നിറക്കി ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോകുന്നത്. ദീർഘദൂര യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പകൽ സ്ലീപ്പർ ക്ലാസ് സംവിധാനം ഉണ്ടായിരുന്നു. ആ സ്ലീപ്പർ ക്ലാസ്സിൽ തന്നെ വൻ കൊള്ള, തീവണ്ടി കൊള്ള എന്ന് പറയുന്ന വൻ കൊള്ള സാധാരണക്കാരനെ യാത്രക്കാരൻ്റെ ടിക്കറ്റിൽ നിന്ന് ഈടാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോഴിതാ പുതിയൊരു സംവിധാനമായിട്ട് നാളെ മുതൽ റെയിൽവേ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതൊരു കാരണവശാലും യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി കേരളത്തിലെ യോജിക്കാവുന്ന എല്ലാവിധ രാഷ്ട്രീയ പാർട്ടിയുമായി യോജിച്ചുകൊണ്ട് യാത്രക്കാരന് മുന്നോട്ട്. ദയവായി തുടരുക. എം കെ രാഘവൻ MP കൂടി ചേരുന്നു. ശ്രീ എം കെ രാഘവൻ, യാത്രക്കാരെ പ്രത്യക്ഷത്തിൽ തന്നെ യാത്രക്കാരുടെ പോക്കറ്റ് കാലിയാക്കുന്ന ഒരു സമീപനമാണ് റെയിൽവേ സ്വീകരിച്ചിരിക്കുന്നത്. വിമാന കമ്പനികൾ നമുക്കറിയാം സീസൺ കാലങ്ങളിൽ അല്ലെങ്കിൽ തിരക്ക് കൂടുമ്പോൾ വലിയ തോതിൽ ടിക്കറ്റ് നിരക്ക് ഉയർത്തിവെച്ചാണ് യാത്രക്കാരെ പിഴിഞ്ഞിരുന്നത്. ആ പാതയിലേക്ക് റെയിൽവേയും പോവുകയാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ജനങ്ങളോട് ഇത്രമാത്രം ഉത്തരവാദിത്തമേ ഉള്ളൂ? ശ്രീ എം കെ രാഘവൻ. സത്യം പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ യാത്രക്കാരെ കൊള്ളച്ചതിന് തുല്യമാണ്. രാജധാനി, തുരന്തോ, ശതാബ്ദി 3 ട്രെയിനുകളിൽ ഇന്ത്യയിലുടനീളം ഈ ഫ്ലെക്സി ഫെയർ എന്ന ഓമന പേരിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുകയാണ്. ഇവിടെ എല്ലാ സീസണിലും വിമാന കമ്പനികൾ നടത്തുന്ന കൊള്ളക്കെതിരെ ഞങ്ങൾ കേരളത്തിലെ എല്ലാ MP-മാരും നിരന്തരമായി സർക്കാരിന് മുമ്പിൽ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കാര്യമാണ്. അതിന് തത്തുല്യമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ റെയിൽവേയിൽ സത്യം പറഞ്ഞാൽ നാളെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് ഗവൺമെന്റ് ആലോചിക്കേണ്ടത് ഈ റെയിൽവേ സർവീസ് ഇത് സർവീസാണ്. ഈ യാത്രക്ക് വേണ്ടി സർക്കാർ തന്നെ മുൻകൈയെടുത്ത് നടത്തുന്ന സർവീസാണ്. ഇതൊരു ബിസിനസ് മോട്ടീവായിട്ടുള്ള ഒന്നല്ല. ഇതൊരു സേവന മേഖലയാണ്. ആ സേവന മേഖലയിൽ ഈ ഫ്ലെക്സി ഫെയർ എന്ന പേരിൽ നടത്തുന്ന ഇതൊരു കൊള്ളയാണ്. ഈ കൊള്ളക്കൊരിക്കലും കൂട്ടിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, ഏറ്റവും ബാധിക്കുന്നത് മലയാളികളെയാണ്. കാരണം ഓണം, ബക്രീദ്, ക്രിസ്മസ്, വിഷു തുടങ്ങിയ പ്രധാനപ്പെട്ട സവിശേഷമായിട്ടുള്ള അത്തരം ആഘോഷ ചടങ്ങുകളിൽ നാട്ടിൽ വരുന്നവർ, അതുപോലെ ഹോളിഡേയ്സിന് വെക്കേഷൻ സമയത്ത് കുട്ടികളെ കൂട്ടി വരുന്നവരെ, ഇതൊന്നും സാരമായി ബാധിക്കുന്നത് മലയാളികളെ മാത്രമാണ്. അതുകൊണ്ട് ഇത് അടിയന്തരമായും പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധികൾക്ക് ഞാൻ ഇന്ന് തന്നെ പ്രധാനമന്ത്രിക്കും റെയിൽവേ മന്ത്രിക്കും ഒരു സാക്ഷൻ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. യോജിക്കാവുന്ന മുഴുവൻ ആൾ യോജിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കാൻ എന്തൊക്കെയാണ് മാർഗം, ആ മാർഗമാണ് ഇനി സ്വീകരിക്കേണ്ടത്. റൈറ്റ്. ശ്രീ എം കെ രാഘവൻ MP ദയവായി തുടരണം. BJP നേതാവ് B രാധാകൃഷ്ണൻ മേനോൻ ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ മേനോൻ, സർക്കാരിന് ജനങ്ങളോട് ഇത്രമാത്രം ഉത്തരവാദിത്തമേ ഉള്ളൂ എന്ന് ഒരാൾ കരുതിയാൽ അതിൽ തെറ്റു പറയാനാകുമോ? റെയിൽവേ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇന്ത്യയിലെ സാധാരണക്കാരൻ യാത്രക്ക് ആശ്രയിക്കുന്ന വലിയൊരു ഉപാധിയാണ്. നമുക്കറിയാം സംസ്ഥാനത്ത് ബസ് ചാർജ് വളരെ വലിയ രീതിയിലാണ് പല ഘട്ടങ്ങളിലായി ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ആളുകൾ, സാധാരണക്കാർ, ചെറിയ വരുമാനക്കാർ റെയിൽവേയാണ് യാത്രയെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. അവരോട് ഇത്രമാത്രം വലിയ ഒരു ക്രൂരത അല്ലെങ്കിൽ ഒരു കൊള്ള നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ട അവസ്ഥ ഇന്ത്യൻ റെയിൽവേക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇവിടെ ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ വരുത്തിയിട്ടുള്ള മാറ്റം പൊതുവായി എല്ലാ ട്രെയിനുകളെയും ബാധിക്കുന്ന തരത്തിലല്ല. AC ക്ലാസുകളിൽ, അതായത് രാജധാനി, ദുരന്തോ തുടങ്ങിയ ട്രെയിനുകൾക്ക് ബാധകമാക്കിക്കൊണ്ട് അതും ഒരു എക്സ്പെരിമെന്റൽ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ഒരു മാറ്റമാണ്. ഇവിടെ റെയിൽവേ ബോർഡ് മെമ്പർ മുഹമ്മദ് ജംഷാദ്, റെയിൽവേ ബോർഡ് മെമ്പർ, ട്രാഫിക്കിന്റെ ഇൻചാർജുള്ളയാൾ, അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു കോട്ടിങ് തന്നെയുണ്ട്. ദിസ് ഈസ് ഓൺ എക്സ്പെരിമെന്റൽ ബേസിസ്. ലൈക്ക് എനി മൂവ്, ദിസ് വിൽ ബി റിവൈവ്ഡ് ആഫ്റ്റർ 3-4 months. കാരണം ഇതൊരു പരീക്ഷണാർത്ഥം, കാരണം എങ്ങനെ ഇത് ഹൈ ക്ലാസ് ആയിട്ടുള്ള റെയിൽവേയുടെ ഹൈ ക്ലാസ് ടിക്കറ്റുകാരെ ബാധിക്കുന്ന തരത്തിൽ എക്സ്പെരിമെന്റലായിട്ട്
നടപ്പാക്കിയാണ്. ഇത് നടപ്പാക്കാൻ കാരണം നമുക്കറിയാം, കഴിഞ്ഞ 10-15 വർഷമായി നമ്മുടെ റെയിൽവേയുടെ പരിമിതികള്, ഇവിടെ റിപ്പയർ പോലും നടക്കാത്ത അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണ്. അപ്പൊ സ്വാഭാവികമായും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യാൻ റെയിൽവേ തയ്യാറാകണമെങ്കിൽ കൂടുതൽ വരുമാനം വേണം. ഇപ്പൊ ഇവിടെ മെയിൻ്റനൻസ് നടത്താതെ ലാഭം കൂടുതലാണ് എന്ന് കാണിച്ച കഴിഞ്ഞ റെയിൽവേ മന്ത്രിമാരെ പോലെ അല്ല ഇപ്പോഴത്തെ റെയിൽവേ ഭരണം. മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളും എല്ലാം നടപ്പാക്കിക്കൊണ്ട് തന്നെ ഇതിനെ ലാഭകരമാക്കണം എന്നാണ് ഇപ്പോഴത്തെ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, ഒരു കാര്യം താങ്കൾ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് നടപ്പാക്കിയിരിക്കുന്നത് 3 ട്രെയിനുകളിൽ. ഈ പരീക്ഷണം ഒരു പരാജയമാകില്ല എന്ന് ഉറപ്പാണ്. കാരണം യാത്രക്കാർക്ക്, ജനങ്ങൾക്ക് മറ്റു വഴിയില്ല. റെയിൽവേയിൽ ചാർജ് കൂടുന്നു എന്നതുകൊണ്ട് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കാനോ ദീർഘദൂര യാത്രയ്ക്ക് മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്ത, പൊതുവെ യാത്രാ സൗകര്യം കുറഞ്ഞ നാടുകളിൽ അല്ലെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് റെയിൽവേയെ ആശ്രയിച്ചേ മതിയാകൂ. ഈ കൂടുതൽ ചാർജ് കൊടുക്കും. റെയിൽവേക്ക് സ്വാഭാവികമായും അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള വരുമാനം ഉണ്ടാകും. അതൊരു വിജയകരമായ പരീക്ഷണമായിരുന്നു എന്ന് വിലയിരുത്തും. മറ്റു ട്രെയിനുകളിലേക്ക് വ്യാപിപ്പിക്കും. അത് സ്വാഭാവികമാണ്. വിജയകരമാണ് എന്ന് വിലയിരുത്തി മറ്റുള്ളവരിലേക്ക് ഏതായാലും സെക്കൻഡ് ക്ലാസ് ട്രെയിനിലോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ യാത്ര ചെയ്യുന്ന സ്ലീപ്പർ ക്ലാസ്സിലോ ഇത് ഉടനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടില്ല. അപ്പൊ ഏതായാലും അതല്ലാതെ ഹൈ ക്ലാസ് ആളുകളിൽ നിന്ന് കൂടുതൽ വരുമാനം സ്വാഭാവികമായും റെയിൽവേക്ക് കിട്ടാൻ, കാരണം പണമുള്ള ആളുകളാണ് ആ നിലയിലുള്ള AC ടിക്കറ്റിൽ കൂടുതലായി യാത്ര ചെയ്യുന്നത്. അതല്ലാതെ നമ്മുടെ നാട്ടിലെ സാധാരണ ദൈനംദിന ജീവിതമാർഗ്ഗം ഇല്ലാതെ ആളുകളെല്ലാം AC ടിക്കറ്റിലല്ലല്ലോ പോകുന്നത്. റൈറ്റ് രാധാകൃഷ്ണൻ, ഞാൻ തിരിച്ചു വരാം. ദയവായി തുടരണം. ശ്രീ MK രാഘവൻ MP, ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്ലീപ്പർ ടിക്കറ്റുകൾക്കും ഇത് ബാധകമാണെന്നാണ് ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. താങ്കൾ കരുതുന്നുണ്ടോ സാധാരണക്കാരെ ഈ നിരക്ക് വർധനവ് ബാധിക്കില്ല എന്ന്? ഇതിപ്പോ യാത്രക്കാരെല്ലാവരെയും ബാധിക്കുന്ന ഒന്നായി മാറുകയാണ്. കാരണം ഇപ്പോഴത്തെ AC യാത്ര ചെയ്യുന്നല്ല, അത് കേവലം സമ്പന്നന്മാർ മാത്രമാണെന്ന് അഭിപ്രായമില്ല. പല സന്ദർഭങ്ങളാണ് പലപ്പോഴും ആളുകൾ യാത്ര ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കുന്നത്. ഇപ്പൊ AC മാത്രമല്ല, അല്ലാത്തത് പോലും ബാധിക്കുമെന്ന് ഇന്നത്തെ മാധ്യമങ്ങൾ തന്നെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇന്നിപ്പോ ഒരു എക്സ്പെരിമെന്റൽ ഒരു നടപടിയാണെങ്കിൽ പോലും യാത്രക്കാർക്ക് വേറെ മാർഗമില്ല. ഇത് എക്സ്പെരിമെന്റൽ എന്ന് പേര് പറഞ്ഞാൽ പോലും ആളുകൾ യാത്ര ചെയ്യാതിരിക്കില്ല. ഈ കൂടിയ നിരക്ക് യാത്ര ചെയ്യേണ്ടി വരും. അവർക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അവർക്ക് ഓരോരാളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പോകാൻ തീരുമാനിച്ചാൽ അവർക്ക് ഈ നിരക്ക് പോയേ പറ്റൂ. അത് എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞ അർത്ഥമില്ല. ഞാൻ പറഞ്ഞത് ഇത് വിമാന കമ്പനികൾ നടത്തുന്ന ഒരു കൊള്ളയുണ്ട്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലെ നമ്മുടെ മലയാളി സഹോദരങ്ങൾ പലപ്പോഴും ബ്ലൂ കോളർ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഒരിക്കലും ഫാമിലിയെ കൂട്ടി വരാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് ഉണ്ടായിരിക്കുകയാണ്. വൈറ്റ് കോളേഴ്സ് വരാമായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് അതിന് സമാനമായ ഒന്നായി ഇത് മാറിയോ ഈ യാത്രാ നിരക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത് സർവീസ് സെക്ടറാണ്, നമ്മൾ ആലോചിക്കണം. സർവീസ് സെക്ടറാണ്. ഇതൊരു മറ്റൊരു മേഖലയായി കാണാൻ കഴിയില്ല. ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന ഏക മാർഗം ഇതാണ്. അത് എക്സ്പെരിമെന്റൽ ഒരു ഡിസിഷനായി ഇതിനെ കാണാൻ കഴിയുന്നത് എനിക്കറിയില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇന്നത്തെ 3 ട്രെയിനുകൾ നടപ്പിലാക്കിയാൽ ഒരു സംശയം വേണ്ട, ഇത് കാലക്രമേണ ഈ ഫ്ലെക്സി ഫെയർ എല്ലാ ട്രെയിനുകളിലും വർദ്ധിപ്പിക്കും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. റൈറ്റ്. ശ്രീ MK രാഘവൻ, ദയവായി തുടരണം. ഒപ്പം ബി രാധാകൃഷ്ണ മേനോൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഡിഫോക്കസ് തുടരുന്നു. അതിഥികളെല്ലാം ഉണ്ട്. ആദ്യം സൺഷൈനിലേക്ക്. ശ്രീ സൺഷൈൻ, റെയിൽവേയെ ലാഭകരമായ ഒരു ബിസിനസ്സാക്കി മാറ്റുക എന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. മാത്രമല്ല, സേവന മേഖലയിൽ നിന്ന് പതിയെ നമ്മുടെ സർക്കാരുകൾ പിന്നോക്കം പോവുകയാണ്. പുതിയ സാമ്പത്തിക നയം ആ ദിശയിൽ തന്നെയാണ് രാജ്യത്തിൻ്റെ ഗതി നിർണയിച്ചിരിക്കുന്നതും നിശ്ചയിച്ചിരിക്കുന്നതും. സ്വാഭാവികമായും റെയിൽവേയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കുകയും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്യുക എന്ന നയം ഒരു സർക്കാർ സ്വീകരിച്ചാൽ, ആ ചിലവിനനുസരിച്ച് വരവ് വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അതിലെന്താണ് തെറ്റ്? ഹലോ ശ്രീ സൺഷൈൻ, പറഞ്ഞോളൂ. ഹലോ, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ദുസ്സഹം തന്നെയാണ് ഈ ടിക്കറ്റ് ചാർജ് വർധനവ്. 1. 2, റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം 1, 2, 3 ആയിട്ട് തുടങ്ങിയിട്ട് ആദ്യം 2 ദിവസം, ഒരു ദിവസം ആഴ്ചയിൽ വണ്ടി ഓടും,
പിന്നെ അത് കഴിഞ്ഞാൽ 3 ദിവസം ഓടും, പിന്നെ അത് 5 ദിവസം ആക്കും. ഇങ്ങനെയാണ് റെയിൽവേ സാധാരണഗതിയിൽ വണ്ടി ഓട്ടത്തിൽ നടത്തിയത്. ഇന്ന് ഇത് വിജയിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യവും മുൻകരുതലായിട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് റെയിൽവേ ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പറയാനുള്ളത്, ഇത് രാഘവനും അതുപോലെ തന്നെ രാഘവൻ സാറും മറ്റു BJP നേതാവും പറഞ്ഞ പോലെ ഇത് വിജയകരമായിട്ട് തന്നെ നടപ്പാക്കും. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം 10 ടിക്കറ്റേ കിട്ടുന്നുള്ളൂ. അപ്പം ആളുകൾ എങ്ങനെയെങ്കിലും യാത്ര ചെയ്യുന്നതിന് വേണ്ടി എത്ര ഭീമമായിട്ടുള്ള സംഖ്യ കൊടുത്തും ഈ യാത്ര സുഖകരമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത് എയർവേസിന് സമാനമായിട്ട് തന്നെ റെയിൽവേ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ മോഡിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതല്ല. മോഡി അധികാരമേറ്റപ്പോൾ പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് നല്ല നാളുകളുടെ ദിവസമാണെന്ന് പറഞ്ഞ മോഡി ഇപ്പോൾ സാധാരണക്കാരൻ്റെ കഴുത്തിന് കത്തിവെക്കുന്ന അവസ്ഥയാണ് നാളെ മുതൽ ടിക്കറ്റ് ചാർജ് വർധനവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരിച്ചു വരാം. ശ്രീ MK രാഘവൻ MP, പാർലമെന്റിൽ ശക്തമായൊരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് സമയമെടുത്തേക്കാം. പക്ഷേ ജനപ്രതിനിധികൾ എന്ന നിലയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ എന്ന നിലയിൽ എന്താണ് നിങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇന്ന് തന്നെ എന്റെ ശക്തമായ പ്രതിഷേധം റെയിൽവേ മന്ത്രിക്കും പ്രൈം മിനിസ്റ്റർക്കും ഞാൻ ഫാക്സ് മുഴുവൻ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇനി ഹൗസ് കൂടുമ്പോൾ, നവംബർ മാസം ആദ്യം ഹൗസ് കൂടിയാണ്. തീർച്ചയായും ഈ കാര്യത്തിൽ കേരളത്തിലെ MP-മാർ ഒറ്റക്കെട്ടായി തന്നെ ഈ വിഷയത്തിൽ ഹൗസിൽ, പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കും. അതുകൊണ്ട് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ഗവൺമെന്റിനെ പിന്തിപ്പിക്കാൻ ജനപ്രതിനിധികളെല്ലാം കഴിയാവുന്ന മനുഷ്യ സാധ്യമായ എല്ലാ കാര്യം ചെയ്യുമോ തർക്കമില്ല. ഇവിടെ എനിക്ക് ഇപ്പോ ഒരു ഭയമുള്ളത്, ഇപ്പോ ഈ പറയുന്ന ഈ സർജ് പ്രൈസ് എന്നാണ് പറഞ്ഞത്, തിരക്ക് കൂടുമ്പോൾ നിരക്ക് കൂട്ടുക. ഞാൻ പറയുന്നോട്ടെ, വിമാന കമ്പനികളെ അനുകരിക്കുന്ന രീതിയിലായിപ്പോയി ഈ നടപടി. ഓരോ സംശയം നിങ്ങൾക്ക് വേണ്ട. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബസ്സുകളെല്ലാം ആശ്രയിക്കും തീവണ്ടികളെയാണ്. അവർക്ക് പോകേണ്ട സ്ഥലത്ത് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പൊ കൂടിയ ചാർജ് കൊടുത്തു പോകാനേ പറ്റൂ. അതുകൊണ്ട് ഈ എക്സ്പെരിമെന്റൽ എന്ന് യാതൊരു അർത്ഥവുമില്ല. അതിന്റെ അർത്ഥം ഭാവിയിൽ ബാക്കി എല്ലാ തീവണ്ടികളും ബാധിക്കുമെന്നാണ്. 42 രാജധാനി ട്രെയിൻ, അതുപോലെ 42 തുരന്തോ, അതുപോലെ ശതാബ്ദി, ഇന്ത്യയിലെ എല്ലാ ട്രെയിനുകളിലുമാണ് പരീക്ഷണമെങ്കിൽ ഭാവിയിൽ എല്ലാ തീവണ്ടികളിലും ഈ പരീക്ഷണം നടപ്പിലാക്കും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ഗവൺമെന്റ് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. സർവീസ് സെക്ടറാണെന്ന് ആലോചിക്കണം. ഇത് സേവന മേഖലയാണ്. ഈ തീവണ്ടി എന്ന് പറയുന്നത് സേവന മേഖലയാണ്. ശ്രീ MK രാഘവൻ, ഞാൻ തിരിച്ചു വരാം. ശ്രീ B. രാധാകൃഷ്ണ മേനോൻ, സർക്കാർ ഇക്കാര്യത്തിൽ കാര്യമായൊരു മുന്നൊരുക്കം നടത്തിയില്ലേ? സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ച് മാത്രം പറയുകയാണെങ്കിൽ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് കണ്ടാൽ, നമ്മുടെ ട്രെയിനുകളിലെ തിരക്ക് കണ്ടാൽ കേരളത്തിൽ ഒരു ഘട്ടത്തിലും ഇത് ഒരു നഷ്ടമായ ഒരു ഏർപ്പാടായിരുന്നില്ല. കേരളത്തിൽ നിന്നുള്ള വരുമാനം ചെലവും വെച്ച് നോക്കിയാൽ വലിയ ലാഭത്തിൽ തന്നെയായിരിക്കണം. വീണ്ടും സൗകര്യങ്ങൾ കുറഞ്ഞ നമ്മുടെ സാധാരണക്കാരെ ഇത് ഏത് രീതിയിൽ ബാധിക്കുമെന്നറിയാതെ കേവലം ഒരു ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സേവന മേഖല എന്ന നിലയിൽ, ഒരു പൊതു സംരംഭം എന്ന നിലയിൽ, പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അത്തരത്തിലുള്ള ഒരു പരിഗണന സർക്കാർ റെയിൽവേയോട് കാണിക്കാത്തതും റെയിൽവേ ജനങ്ങളോട് കാണിക്കാത്തതും എന്തുകൊണ്ടാണ്? ഇങ്ങനെ ആരോപിക്കപ്പെടുന്നത് പോലെ അല്ല യഥാർത്ഥ വസ്തു. നമ്മൾ ചില കാര്യങ്ങൾ അതിനകത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് MP രാഘവൻ അടക്കം മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഈ കൂടിയ ടിക്കറ്റ് ചാർജ്, ഇതിപ്പോ സെക്കൻഡ് സ്ലീപ്പർ ചാർജ്, ആ സ്ലീപ്പർ ചാർജ് കോമ്പീറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ലോ ക്ലാസ് എയർ ടിക്കറ്റുകളുമായിട്ടാണ്. ഈ എയർ ടിക്കറ്റുകളുമായി കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ രാജധാനി അടക്കമുള്ള പല ട്രെയിനുകളുടെയും ടിക്കറ്റുകൾ അതിന്റെ സെക്കൻഡ് സ്ലീപ്പറോ അല്ലെങ്കിൽ ആ ടൈപ്പ് ടിക്കറ്റുകൾക്ക് പകരം ആളുകൾ എയർ ടിക്കറ്റ് ലോ കോസ്റ്റിൽ കിട്ടുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഇതിന് തുല്യമായി കിട്ടുന്ന സാഹചര്യം, ഇത് തമ്മിലാണ് ഇന്നത്തെ കോമ്പറ്റീഷൻ. ഈ കോമ്പറ്റീഷനുള്ള എയറുമായി കോമ്പീറ്റ് ചെയ്യേണ്ട, എയർ ടിക്കറ്റുമായി കോമ്പീറ്റ് ചെയ്യേണ്ട ആ നിലവാരത്തിലുള്ള നിരക്കുകളെയാണ് യഥാർത്ഥത്തിൽ ഈ പരീക്ഷണാർത്ഥം ഇതിൽ പെടുത്തിയിട്ടുള്ളത്. ഒരിക്കലും
സാധാരണക്കാരെ ബാധിക്കുന്ന രീതിയിലുള്ള സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റുകളോ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകളോ ഇതിലേക്ക് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് റെയിൽവേ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഈ ഒരു മാനദണ്ഡത്തിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് വരാനുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് ഇപ്പോ ബഹുമാനപ്പെട്ട രാഘവൻ എംപിയുടെ അടക്കമുള്ള എംപിമാരുടെ ഒക്കെ അഭിപ്രായങ്ങൾ ഇനിയും പാർലമെന്റിന്, കാരണം 3 മാസം സമയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനിടയിൽ പാർലമെന്റ് സമ്മേളനം വരാൻ പോകുന്നുണ്ട്, ചർച്ചകൾ വരാൻ പോകുന്നുണ്ട്, സമൂഹത്തിന്റെ അഭിപ്രായം വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളും തീർച്ചയായിട്ടും ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതെല്ലാ വിഭാഗത്തിനും കൂടി ഈ നിലയിൽ തന്നെ ഒരു നടപടി, അതിലൂടെ ടിക്കറ്റ് ചാർജ് എല്ലാവരുടെയും വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. റൈറ്റ് രാധാകൃഷ്ണൻ മേനോൻ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാം. ഡിഫോക്സ് തുടരുന്നു. ശ്രീ സൺഷൈൻ, റെയിൽവേ മത്സരിക്കുന്നത് രാധാകൃഷ്ണൻ മേനോൻ പറഞ്ഞതുപോലെ പലപ്പോഴും ഫ്ലൈറ്റ് ടിക്കറ്റുകളുമായി മത്സരിക്കേണ്ടി വരുന്നുണ്ട്. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് കൂടുതൽ യാത്രക്കാരെ ചുരുങ്ങിയ ടിക്കറ്റ് നിരക്കിൽ ആകർഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്രോസ് സബ്സിഡി കൊടുക്കുന്ന സംവിധാനം വേണ്ടിവരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലെക്സി ഫെയർ എന്ന രീതിയിലേക്ക് റെയിൽവേ മാറാൻ തയ്യാറായത്. റെയിൽവേയുടെ മൊത്തത്തിലുള്ള വികസനത്തിന് അത് ആവശ്യമാണെന്നാണ് രാധാകൃഷ്ണൻ മേനോന്റെ വാദം. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉയർന്ന ഒരു സ്ഥാപനമാണ് റെയിൽവേ. അത് ഇതുവരെ ലാഭകരമാണ് എന്നുള്ള വസ്തുതയാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. മറിച്ച് ഒരു അടിസ്ഥാനരഹിതമായിട്ട് നഷ്ടമാണ് എന്നുള്ള ഒരു ബാധ്യത റെയിൽവേക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നഷ്ടം എന്ന് പറയാം. സാധാരണക്കാരനായിട്ടുള്ള യാത്രക്കാർക്ക് സുഖകരമായിട്ടുള്ള യാത്രയാണ് യാത്രക്കാർ ആഗ്രഹിക്കുന്നതെങ്കിൽ പറയുന്നത് പോലെ ലാസ്റ്റ് ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് 90% അധികം ഫെയർ കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. അത് ഭീമമായ തുകയാണ്. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അടി മാത്രമല്ല, ഇത് മുന്നോട്ടുള്ള പോക്കിന്, റെയിൽവേയുടെ മുന്നോട്ടുള്ള പോക്കിന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഒരാൾ കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് കേരളത്തിലെ യാത്രക്കാരാണ്. സൺഷൈൻ ചൂണ്ടിക്കാണിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സെക്കൻഡ് AC-യിലൊക്കെ തന്നെ കേരളത്തിലുള്ള ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു മധ്യവർഗ ജീവിതം നയിക്കുന്ന ആളുകൾ പോലും ഏറ്റവും ചുരുങ്ങിയത് സെക്കൻഡ് AC-ക്ക് മുകളിലുള്ള യാത്രയ്ക്ക് ചെയ്യുന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ട്. കേരളത്തിലാണ് റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും കുറവും. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ കേരളത്തെ ഇത് ബാധിക്കില്ലേ? ഈ ഒരു പ്രശ്നം പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുന്നിലെത്തിക്കാൻ, ശ്രദ്ധയിൽപ്പെടുത്താൻ എന്താണ് BJP സംസ്ഥാന ഘടകം, സംസ്ഥാന നേതൃത്വം ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു സാധാരണ ജനങ്ങളെ ബാധിക്കാത്ത തരത്തിലായിരിക്കണം ഈ മാറ്റം എന്നുള്ള കാര്യത്തിൽ പൊതുവായിട്ടൊരു അഭിപ്രായം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ആ കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു സമീപനം ഒരിക്കലും BJPക്കില്ല. BJP ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയല്ലേ. അപ്പൊ എന്നാൽ അതേസമയം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് വർദ്ധിപ്പിക്കുന്നത് ഒരു പ്രത്യേക ക്ലാസ്സിൽപ്പെട്ട ആ ടിക്കറ്റുകളാണ്. അത് കോമ്പീറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇത് എയർ ടിക്കറ്റുമായി കോമ്പീറ്റ് ചെയ്യുന്നത് സെക്കൻഡ് AC, തേർഡ് AC ക്ലാസ്സുകളാണ് എയർ ടിക്കറ്റുമായി കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ടിക്കറ്റുകൾ ആദ്യം തന്നെ ബുക്ക് ചെയ്യപ്പെടേണ്ടത് ഈ റെയിൽവേക്ക് മാർക്കറ്റിങ്ങിനൊരു ആവശ്യമാണ്. അപ്പൊ ആ മാർക്കറ്റിംഗ് ഫലപ്രദമായി നടക്കുമോ എന്നാണ് ഇപ്പോ പരിശ്രമിക്കുന്നത്. വളരെ നന്ദി രാധാകൃഷ്ണൻ മേനോൻ. സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. ഒപ്പം സൺഷൈൻ MK രാഘവൻ MP ചർച്ചയിൽ പങ്കെടുത്തതിന് 0 അവർ ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം കാണാം. നമസ്കാരം.